Hi dears, welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെർബൽ ആയുർവേദിക് ബാത്തിങ് പൗഡർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോപ്പിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു നല്ലൊരു ബാത്തിങ് പൗഡർ ആണിത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ 4 ഇൻഗ്രീഡിയൻ്റ് ആണ്. മഞ്ഞളും പിന്നെ ആര്യവേപ്പിലയും പിന്നെ 100 ഗ്രാം ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 റോസിൻ്റെ പെറ്റൽസ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഏകദേശം ആൾക്കാരുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിൽ നമുക്ക് ആദ്യം ചെറുപയറാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 100 ഗ്രാം ചെറുപയറും ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല തരിയായിട്ട് വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമുക്കിതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ മഞ്ഞളാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 100 ഗ്രാം പയറുപൊടിക്ക് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുടമഞ്ഞളാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു മഞ്ഞൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കുടമഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആര്യവേപ്പില ഇത് നന്നായിട്ട് കഴുകി ഞാൻ വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് ആര്യവേപ്പില. നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനൊരു 4-5 കതിരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം പയറുപൊടിക്ക് നമുക്ക് ഇത് ഇത്രയും നമുക്ക് മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള റോസിൻ്റെ പെറ്റൽസ്, ഇത് 2 റോസിൻ്റെ പെറ്റൽസാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് റോസ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ആര്യവേപ്പിലയും ഈ റോസിൻ്റെ പെറ്റൽസും കൂടി നമുക്കൊരു 2 ദിവസം വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഇതിൻ്റെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടില്ലേ, ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് നല്ല തരിയും ഇല്ല, എങ്കിലും ഒരുപാട് കട്ടയോ അങ്ങനെ ഇല്ലാതെ നല്ലൊരു രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പച്ചമണം വരുന്നുണ്ട് കേട്ടോ. മറ്റേ ആര്യവേപ്പിലയുടെയും ചെറുപയറിൻ്റെയൊക്കെ ഒരു പച്ചമണം വരുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഒരു ചീനച്ചട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ തട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. ഇത് ഒരുപാട് ദിവസം അങ്ങനെ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് സ്റ്റോർ ചെയ്യാം. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയണത് ഒരുപാടാണ് കേട്ടോ. നമുക്ക് സോപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഹെർബൽ ബാത്ത് പൗഡറാണ്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത്നെസ്സും പിന്നെ നല്ല വൈറ്റനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു നന്നായിട്ട് ചൂടാക്കി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കാലിൽ ചെറിയ പുണ്ണും ചെറിയ കുരുക്കളും ഇങ്ങനെ ചിരങ്ങുന്ന അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ വരികയാണെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കാമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് പോലെ ഇത് വെച്ച് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. നമ്മളുടെ മുഖത്തിന് നല്ല സ്മൂത്ത്നെസ്സും നല്ല വൈറ്റനിങ് ഒക്കെ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.